എല്ലാ കൂട്ടുകാർക്കും കാർ ക്ലിനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതായത് എനിക്കൊന്നും അങ്ങനെ ആരും ചെയ്തിട്ടില്ലെന്ന് തോന്നും, പക്ഷെ അറിവില്ല, നോക്കിയിട്ടില്ല. എന്നാലും നമ്മൾ തികച്ചും വ്യത്യസ്തമായ വീഡിയോ എന്ന് പറഞ്ഞാൽ എയർ ബാഗ് എങ്ങനെയാണ് പൊട്ടുന്നതെന്ന് ഒന്ന് നിങ്ങളെ കാണിച്ചു തരികയാണ്. അതായത് ഇപ്പം തരതരായ എയർ ബാഗ് പൊട്ടികൾ വണ്ടികൾ കളിയാണ്. ഇപ്പോൾ ഒരു നിയമം വരുവാണ്, ഇനി എയർ ബാഗുള്ള വണ്ടി, സേഫ്റ്റി കൂടുതലുള്ള വണ്ടികളെ നിരത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള നിയമങ്ങളും കൂടി വരുവാണ്. അന്നേരം ഈ എയർ ബാഗിനെ പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, എയർ ബാഗ് പൊട്ടിയ എക്സ്പീരിയൻസ്. പക്ഷേ ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. പൊട്ടിയ എയർ ബാഗ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും കാണുന്നുണ്ടെങ്കിലും പക്ഷേ പൊട്ടുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കും അറിയത്തില്ല. പക്ഷേ അങ്ങനെ വിചാരിച്ച് ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട എയർ ബാഗ് എല്ലാം സംഘടിപ്പിച്ച് എല്ലാം സെറ്റപ്പാക്കിയിട്ട് വന്നു. പക്ഷേ ആദ്യം വണ്ടിയെ വെച്ചിട്ട് തന്നെ പൊട്ടിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ കണക്ഷൻ കൊടുത്ത് പൊട്ടുന്നില്ല. പിന്നെ രണ്ടാമത് നോക്കി പൊട്ടുന്നില്ല. മൂന്നാമത് നോക്കിയപ്പോഴാണ്, അതായത് അതിൻ്റെ കൊണ്ടുവന്നപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ് അത് സംഭവിച്ചത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് പൊട്ടുകയും ചെയ്തു. വണ്ടി വെച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഉഷാറായേനെ. പക്ഷേ നമ്മൾ ലാസ്റ്റ് തോറ്റ് പിന്മാറിയപ്പോൾ അത് പൊട്ടിപ്പോയി. അതിൻ്റെ റിയാക്ഷൻ ഇത് നമ്മളെ ഈ വീഡിയോ കാണുകയും ചെയ്യാം. അതായത് ഫുൾ എന്നാ പറയുക, വിചാരിക്കാത്തല്ലേ, ക്യാമറ വരെയും പൊങ്ങിപ്പോയെന്നാണ് തോന്നുന്നത്. എന്തായാലും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. അതായത് എയർ ബാഗ് എങ്ങനെ പൊട്ടുന്നെന്ന് വണ്ടിയെ വെച്ച് പൊട്ടിച്ച് കറക്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഇനിയും ടൈമുണ്ടല്ലോ, നമുക്ക് പിന്നെ ആയാലും ചെയ്യാം. എന്നാലും എയർ ബാഗ് പൊട്ടുന്ന വീഡിയോ ആണ്. എയർ ബാഗ് പൊട്ടുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിട്ട് വിവരിച്ചൊന്നും തരുന്നില്ല, പൊട്ടുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം വണ്ടിക്ക് എയർ ബാഗ് ഇപ്പോൾ എല്ലാ വണ്ടിയിലും വരും. അന്നേരം എയർ ബാഗ് എങ്ങനെ പൊട്ടുന്നതെന്ന് എല്ലാവരും ഇടിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എയർ ബാഗ് പൊട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ രീതിയിൽ മെക്കാനിക്കലിൻ്റെ ഫുൾ ഫങ്ഷനായിട്ട് പറയുന്നില്ല, ചെറിയ രീതിയിൽ അതിൻ്റെ സാധനങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്യാം. എന്നാലും നമുക്ക് ആദ്യം എയർ ബാഗ് പൊട്ടുന്നതൊന്ന് നമുക്ക് കാണാം. എല്ലാത്തിനും കാണിച്ചു തരാം. ഇങ്ങനെ പേടിക്കലടാ. ഭയങ്കര കോമഡി ആയിപ്പോയി കേട്ടോ. നമ്മൾ കുറേ സമയം പൊട്ടിക്കാൻ നോക്കുന്നു, പൊട്ടുന്നില്ലായിരുന്നു. ലാസ്റ്റ് ഇത് കംപ്ലൈൻ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒന്ന് തുടച്ചൊക്കെ ഇട്ടപ്പോഴാണ് ഇപ്പം വർക്കായത്. അന്നേരം പൊട്ടിയ ശേഷമുള്ള ഭാഗങ്ങളാണ് കാണുന്നത്. അന്നേരം ചിലവർ കാണില്ലേ, പുക വന്നു, വലിയ പുക പോലെ വന്നെന്നൊക്കെ പറയുന്നത്. അന്നേരം ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ പുക കാര്യങ്ങളൊക്കെ വരുന്നത്, ശ്രദ്ധിച്ചോളുക. അന്നേരം നമുക്ക് ഈ എയർ ബാഗിൻ്റെ ഭാഗങ്ങളെ പറ്റി പറയാം. അതായത് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു സെൻസർ ഉണ്ടാവും. അതായത് ചില വണ്ടിക്ക് 2 സെൻസർ ഉണ്ടാവും. ഇതാണ് നമ്മൾ ആക്സിഡൻ്റ് ആകുമ്പം സെൻസ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിനായിട്ട് അതായത് നമ്മുടെ ECM ഒക്കെ വരുന്ന പോലെ തന്നെ, നമ്മുടെ ECM ഒക്കെ വരുന്ന പോലെ എയർ ബാഗിൻ്റെ മെയിൻ മൊഡ്യൂളാണ് ഇത്. അതായത് നമ്മൾ വണ്ടി ഇടിച്ചെന്നുള്ള അത് സെൻസ് ചെയ്തിട്ട് എയർ ബാഗ് കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതെല്ലാം ഈ മൊഡ്യൂൾ വഴിയാണ്. പല വണ്ടിക്കും കാണാം നമ്മൾ ഈ എയർ ബാഗിൻ്റെ ലൈറ്റ് വരാനുള്ള പല കാരണങ്ങളുണ്ട്. അതായത് ഒന്ന്, ഈ മൊഡ്യൂൾ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എയർ ബാഗിൻ്റെ ലൈറ്റ് വരും. പ്രത്യേകിച്ച് ആക്സിഡൻറ്റ് വണ്ടിയൊക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ എയർ ബാഗ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിലും ഈ മൊഡ്യൂൾ മാറ്റണം, എന്നാൽ മാത്രമേ ലൈറ്റ് പോവുള്ളൂ. മിക്ക വണ്ടികളും ഈ മൊഡ്യൂള്, എയർ ബാഗ് എല്ലാം മാറ്റുമ്പോൾ തന്നെ ഹൈ എക്സ്പെൻസ് ആവും. അതുകൊണ്ട് തന്നെ എല്ലാവരും എയർ ബാഗൊക്കെ സെറ്റ് ചെയ്താലും ഈ മൊഡ്യൂൾ അങ്ങ് വിട്ടുപോകും. എന്നാൽ ഇത് ശ്രദ്ധിക്കണം, ഈ മൊഡ്യൂളിന് അത്യാവശ്യം വിലയുള്ളതാണ്. ഏകദേശം എനിക്കൊന്ന് 19,000 സംതിങ് എത്തിയോസ് വണ്ടിക്ക് വരെ വരുന്നുണ്ട്. അന്നേരം ഇത് സെൻസ് ചെയ്ത ശേഷം ഇതിൻ്റെ ECM പോലെ ഫങ്ഷനുള്ള സാധനമാണ്, വിവരിക്കുന്നില്ല, ECM പോലെ ഫങ്ഷൻ വരുന്ന സാധനമാണ് ഈ മൊഡ്യൂൾ. ഇതൊരു ഇനോവ ക്രിസ്റ്റയുടെ എയർ ബാഗാണ്, അതായത് പാസഞ്ചർ സൈഡ് എയർ ബാഗാണ്. അന്നേരം ഇതിപ്പം കണ്ടില്ലേ, ഇതിനൊരു കോയിൽ വരുന്നുണ്ട്. ആ കോയിൽ ഇപ്പം ഇത് ഒരു ആക്സിഡൻറ്റ് വണ്ടിയുടെ കോയിലാണ്, ഏതോ ഒരു വണ്ടിയുടെ കോയിലാണ്. അന്നേരം ഈ കോയിൽ കണ്ടോ, ഇപ്പം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാലറിയാം, ഇപ്പം കണ്ടാലറിയാം. അതായത് ഇത് ഹീറ്റ് ആകുമ്പം കെമിക്കൽ റിയാക്ഷൻ ആയിട്ടാണ് എയർ ബാഗ് പെട്ടെന്ന് പൊട്ടുന്നത്. അന്നേരം നമ്മളെ വീഡിയോ കണ്ടു, പുകയൊക്കെ വരുന്നത് കണ്ടു. അന്നേരം ഇതെല്ലാം കെമിക്കൽ റിയാക്ഷൻ അത് വികസിച്ച് ഇതെല്ലാം വരും. എന്നോട് ഈയിടെ ഒരു വണ്ടി നമ്മുടെ വലിയൊരു ആക്സിഡൻറ്റിൻ്റെ വണ്ടി എടുക്കാൻ പോയി. എയർ ബാഗ് എന്ന് പറഞ്ഞാൽ പള്ളിപ്പെരുന്നാൾ പോലെ പൊട്ടിക്കിടക്കുക, അതായത് ചുറ്റോട് ചുറ്റും പൊട്ടിക്കിടക്കുവാണ്. അതായത് ഇനോവ ക്രിസ്റ്റ വണ്ടി ഫുൾ പൊട്ടി എയർ ബാഗ്. അന്നേരം എന്നാന്ന് പറഞ്ഞാൽ ഫുള്ളൊരു പുക വെടി മയമെന്നൊക്കെ പറഞ്ഞ പോലെ ആയിരുന്നെന്ന് പറഞ്ഞു. ഹൈ എക്സ്പീരിയൻസ് ആയിരുന്നെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒന്നും എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും എല്ലാം ഒന്നും കാണാൻ പറ്റില്ലെങ്കിലും നമുക്കിങ്ങനെ പൊട്ടുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അതൊന്ന് നോക്കാം. അതുപോലെ
ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷന്. കൂടുതൽ വിവരിക്കുന്നില്ല, കൂടുതൽ വിവരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നാക്കുളുക്കും. അതുപോലെ തന്നെ കുറേ കാര്യം നിങ്ങൾ മനസ്സിലാക്കും. നമ്മളിപ്പം സാധാ രീതിയിൽ എയർ ബാഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മാത്രമേ കാണാൻ ഉദ്ദേശിച്ചുള്ളൂ. സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും, നമ്മൾ സ്പെഷ്യലായിട്ട് തന്നെ അതിൻ്റെ മെത്തേഡ് അനുസരിച്ച് പറയുന്നതായിരിക്കും. അന്നേരം ഇതിൻ്റെ ഫംഗ്ഷൻ ഇപ്പം മനസ്സിലായി, ഇത്രയേ ഉള്ളൂ, സിമ്പിളായ ഫംഗ്ഷൻ. അതായത് ഫ്രണ്ടിൽ ഒരു സെൻസിങ് ഉണ്ട്, അതിനെല്ലാം മെക്കാനിക്കൽ ബൈൽഡ് ഉണ്ട്. ഇത് മനസ്സിലാകാൻ വേണ്ടി പറയുന്ന ഈ സെൻസറുണ്ട്, അതിൽ നിന്ന് സെൻസിങ് ചെയ്തിട്ടാണ് നമ്മുടെ ECM പോലെ തന്നെ ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റിലോട്ട് മൊഡ്യൂളിൻ്റെ അകത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് നേരെ എല്ലാം 1 സെക്കൻഡ് കഴിയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടേ പറ്റുള്ളൂ കേട്ടോ. അന്നേരം സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക, ആരും ഇടാതിരിക്കല്ലേ. കാര്യം പ്രത്യേകിച്ച് എയർ ബാഗിൻ്റെ വിലയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കും. അന്നേരം നമ്മൾ ഇന്ന് നിലവിൽ എല്ലാ വണ്ടിക്കും ഇനി ഭാവിയിൽ എയർ ബാഗ്, സേഫ്റ്റിയുടെ കാര്യം മസ്റ്റാണ്. ABS, എയർ ബാഗ് ഇതെല്ലാം മസ്റ്റാണ്. അന്നേരം എയർ ബാഗ് ഇപ്പം ആൾട്ടോ 800 വരെ വന്നെന്നിരിക്കും, എല്ലാം വരുന്നുണ്ട്. അന്നേരം എയർ ബാഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കാര്യം ഇത് ആക്സിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വികസിച്ച് വരും, നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ വികസിച്ച് വരും, ഇങ്ങനെ പുകയോ പോലെയൊക്കെ വരും. അന്നേരം ആരും പേടിക്കേണ്ട, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ്. ഇത് കറക്റ്റ് പ്രവർത്തിക്കണമെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പം സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് മാത്രമല്ല, ഇതിനെന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിക്കും. അതായത് എയർ ബാഗ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എയർ ബാഗിൻ്റെ ചിഹ്നം കാണിക്കും. അന്നേരം നമ്മൾ സ്കാനിങ് മെഷീൻ വെച്ചിട്ട് എന്താണ് കംപ്ലയിൻ്റ് എന്നൊക്കെ നോക്കണം. അതായത് ഒരു ഇന്നോവയുടെ സ്പെയർ കേബിൾ, ഹോണ്ട കേബിൾ വരെ പോയിട്ടുണ്ടെങ്കിൽ എയർ ബാഗിൻ്റെ ലൈറ്റ് വരും. അന്നേരം നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം. ഇപ്പോൾ ഈ ലൈറ്റൊക്കെ വന്നിട്ട് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടാലും വണ്ടി ഇടിച്ചാൽ എയർ ബാഗ് പൊട്ടുമൊന്നുമില്ല. അന്നേരം ഇത്രയും കാര്യങ്ങൾ 1 സെക്കൻഡിൽ കറക്റ്റ്, ഇത് കണ്ടില്ല, ഇത്രയും ഐറ്റങ്ങൾ കാണിച്ചു. അന്നേരം ആ സാധനങ്ങളെല്ലാം 1 സെക്കൻഡിൽ നമ്മുടെ മനുഷ്യനെ കൊണ്ട് പറ്റില്ല. 1 സെക്കൻഡിൽ ഈ ഫംഗ്ഷനെല്ലാം, അതായത് ഈ സെൻസിങ് മൊഡ്യൂളിലോട്ട് ചെയ്തു, അവിടെ നിന്ന് ഹീറ്റ് കറക്റ്റ് പ്രോപ്പറായിട്ട് നടന്നു, എല്ലാം ചെയ്താൽ മാത്രമേ ഈ എയർ ബാഗ് പൊട്ടുകയുള്ളൂ. എന്നാലും നമ്മളെല്ലാ കാര്യവും ശ്രദ്ധിക്കണം. മിക്ക വണ്ടികളും ഇപ്പോൾ പൊട്ടിയ വണ്ടികളെല്ലാം നമ്മൾ ലൈറ്റ് റിമൂവ് ചെയ്തിട്ടൊക്കെയാണ് വിടുക. അന്നേരം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വണ്ടി എടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം. ചാവി ഓണാക്കിയിട്ട് എയർ ബാഗിൻ്റെ ലൈറ്റ് ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ വലിയ തുക ചിലവ് വരുന്നതുകൊണ്ടൊക്കെ അതിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കാം. അങ്ങനെ നമ്മളെല്ലാം ചെയ്യുന്നതുമാണ്. അന്നേരം സേഫ്റ്റിയുടെ കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ എയർ ബാഗ് എങ്ങനെയാണ് പൊട്ടുന്നതെന്ന് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉപയോഗപ്രദമായ വീഡിയോ കൊണ്ട് അടുത്ത വട്ടം വരുന്നതായിരിക്കും. ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചറായ ഐറ്റമാണ്. അതായത് നമ്മളെങ്ങനെ ഒരു വണ്ടി എല്ലാ ഇതിനും കണ്ടിട്ടുണ്ട്, യൂട്യൂബിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്. വണ്ടി പുഴയിലോട്ട് വല്ലതും മറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളത് അതിൻ്റെ ഒരു വീഡിയോ നല്ല സെറ്റപ്പോടെ ചെയ്യണം. ഒരു വണ്ടി എടുത്ത് പുഴയിലേക്ക് ഇടണം, അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ട്. എന്നാലും അങ്ങനത്തെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത്രയും സമയം ഇന്ന് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ വീഡിയോയ്ക്ക് നിന്ന വീഡിയോ എടുക്കാൻ സഹായിച്ച സോണിച്ചേട്ടനെ ഒരുപാട് നന്ദി. അതായത് എല്ലാവർക്കും അറിയാം സോണിച്ചേട്ടനെ. ഞാൻ കടയിൽ തിരക്കായിട്ട് പോലും ഇത്രയും സമയം നിന്നു, പക്ഷേ പൊട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിലൊരു മിസ്റ്റേക്ക് വന്നു. കാര്യം നമ്മൾ ആദ്യം വണ്ടി വെച്ച് പൊട്ടിക്കാൻ നോക്കിയപ്പോൾ പൊട്ടിയില്ല. കാര്യം അതിൻ്റെ വന്നപ്പോൾ ചെറിയ മാനുഫാക്ചറിങ് പ്രോബ്ലം പോലെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് എന്തോ ആരും ഊരി സെറ്റ് ചെയ്തപ്പോൾ തലതിരിഞ്ഞു പോയി. എന്നിട്ട് ഞങ്ങൾ പുറത്ത് വെച്ച് സെറ്റ് ചെയ്തു, എന്നിട്ടും പൊട്ടുന്നില്ല. അന്നേരം നമ്മുടെ റോയി ആയിരുന്നു ഇത്. എല്ലാം കൊണ്ടും പൊട്ടുമില്ലെന്ന് തന്നെയായിരുന്നു വിചാരിച്ചത്. ലാസ്റ്റ് ഏതോ നിമിഷം പൊട്ടിപ്പോയി. അത് ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് പൊട്ടിയത്. അതുകൊണ്ട് ചെറിയ മിസ്റ്റേക്ക് വന്നുപോയി. അന്നേരം അടുത്ത ഇതുപോലെ വെറൈറ്റി വീഡിയോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുക. ഏതായാലും വണ്ടി വെള്ളത്തിൽ പോകുന്ന വീഡിയോ കെടുവായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ട്. എല്ലാം സെറ്റപ്പായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും.